വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലമാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. മതി. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് പത്മോസ് എന്ന ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതായ സാഹചര്യമുണ്ടായി. ഒറ്റപ്പെടേണ്ട നടുവിൽ എല്ലാം നഷ്ടപ്പെട്ട യോഹന്നാൻ ഒറ്റയ്ക്ക് ആത്മവിവശതയിലായി. ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാന് കർത്താവ് കൈമാറി. അതിനകത്ത് 7 സഭകളെ പറ്റി യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ 7 സഭകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുക. ചില സഭകളുടെ കുറവുകൾ അവിടെ പറയുന്നുണ്ട്. ചില സഭകൾ ഇനിയും നന്നാകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പെർഗമോസിലെ സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തതിനകത്ത് നിന്നൊരു ദൂതാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രേരണ തന്നിരിക്കുന്നത്. പെർഗമോസിലെ സഭയുടെ 2 ക്വാളിറ്റി സർവശക്തനായ ദൈവം പറഞ്ഞത് യോഹന്നാൻ എടുത്തു പറയുക. 1, എൻ്റെ നാമം നിങ്ങൾ മുറുകെ പിടിച്ചു. 2, എങ്കിലുള്ള വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചു. അതിന് കാരണം പറയാം. യോഹന്നാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക, പെർഗമോസിലെ സഭയെ നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, സാത്താന്റെ സിംഹാസനമുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ പാർക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ വല്ലാതെ കയറി ബാധിച്ചെങ്കിലും നിങ്ങൾ തകരാതിരുന്നതിൻ്റെ പ്രത്യേകത, നിങ്ങളിൽ 2 പ്രത്യേകതയുണ്ട്. 1, സാത്താന്റെ സിംഹാസനമുള്ളിടത്തും എൻ്റെ നാമം നിങ്ങൾ മുറുക്കെ പിടിച്ചു. സ്തോത്രം. അപ്പൊ ഈ വാക്യത്തിൽ നിന്നൊരു ദൂതുണ്ട്. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്തും നമുക്ക് പാർക്കാം.